കാണണം. പ്ലീസ് എന്നെ കൂടെ ഊഞ്ഞാലിരുത്തി ആട്ടുവോ? ശരി, നീങ്ങ ചുൾബുൾ. നീ ഊഞ്ഞാലിന്റെ മുകളിൽ കയറി നിൽക്കേ. നല്ല രസമുണ്ട്. വീർ കുറച്ചുകൂടെ ആഞ്ഞാട്ടൂന്നേ. ഇനിയാഞ്ഞ്. വീർ, എനിക്കിപ്പോ ഞാൻ വായുവിൽ പറക്കുന്നത് പോലെ തോന്നുവാ. എല്ലാവരും ശ്രദ്ധിച്ചോ. എല്ലാ വ്യാപാരി വ്യവസായികളും ഇതൊരു അറിയിപ്പായിട്ട് സ്വീകരിക്കണം. നമ്മുടെ ചണ്ടാസരിത കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇതെന്താ? ഞാൻ ശരിക്കും വായുവിലാണല്ലോ. ഞാൻ പറയുന്നത് കേൾക്കു. വേണ്ട. അപ്പൂപ്പ, എനിക്ക് ഒരുപാട് വിശക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് എന്താ ഉണ്ടാക്കിയത്? അതേ മോനെ വീർ, ഇന്ന് എന്റെ ശരീരത്തിന് തീരെ സുഖമില്ല മോനെ. അതുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ തന്നെ ഉണ്ടാക്ക്. ഓക്കെ അപ്പൂപ്പ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ജിൻഡു ഉണ്ടാക്കും. അപ്പൊ ജിൻഡു, ഇന്നത്തെ ഷെഫ് നീയാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? വാവ്, ആദ്യമായിട്ട് നീ പറഞ്ഞ ജോലി മര്യാദക്ക് ചെയ്ത ജിൻഡു. ഇതൊക്കെ എന്താ? എല്ലാം ഈ വായുവിൽ എങ്ങനെ പറന്നു നിൽക്കുന്നത്? വെറുതെ അങ്ങോട്ടൊന്ന് തലതിരിച്ചൊന്ന് നോക്കിക്കേ. നിന്റെ കൂട്ടുകാരൻ ഇവിടെ നടക്കുന്നതെല്ലാം ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഞാൻ എന്നാ ഇവിടെ നിന്ന് പോയേക്കുവാ. നിങ്ങൾ തന്നെ അവന്റെ കാര്യം നോക്കിക്കോ. ജിൻഡു, Mad Max is very very mad. ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് ആ പ്രേം സഹായിയുടെ റോബോട്ടിനെ പിടിക്കാനായിട്ടില്ല. കൺട്രോൾ ബോസ്, കൺട്രോൾ. അങ്ങേ പോലൊരു ജീനിയസിന്, സൂപ്പർ ഡൂപ്പർ ജീനിയസിന് ദേഷ്യം അലങ്കാരമല്ല. നിനക്ക് മാത്രമേ ഈ ലോകത്ത് എന്റെ ഫീലിംഗ്സ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളവന്മാരും മണ്ടന്മാരും ഒന്നിനും കൊള്ളാത്തവരുമാണ്. ഇത് കണ്ടില്ലേ ബോസ്, ഞാൻ ബോസിന് വേണ്ടി ഒരു പുതിയ റോബോട്ടിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ പ്രേം സഹായിയെയും അയാളുടെ റോബോട്ടിനെയും മണത്ത് കണ്ടുപിടിക്കുമെന്നേ. എന്നാ കാണിക്കടേ. നീ ഒന്ന് കാണിച്ചതാ ഇതെങ്ങനെയാ റോബോട്ടിനെ പിടിക്കുന്നതെന്ന്. യെസ് ബോസ്, ഞാൻ ഇപ്പൊ തന്നെ ബോസിന് ഒരു സാമ്പിൾ കാണിച്ചു തരാം. ബോസിന്റെ ആ തൂവാല ഒന്ന് തരൂ. എന്നാ പിടിച്ചോ, കാണിക്ക്, സാമ്പിള് കാണിക്ക്. സെർച്ച്. ഇതെന്ത് സാമ്പിളാണേ നീ കാണിക്കുന്നത്? എന്നെയാണോ നിന്റെ പരീക്ഷണ വസ്തുവാക്കുന്നത്? Mad Max is very very mad. മിസ്റ്റർ മാഡ് മാക്സ്, മൈ നെയിം ഈസ് കോബ്ര. നിങ്ങൾക്ക് വേണ്ടത് പ്രേം സഹായിയാണെങ്കിൽ അയാളെ എനിക്ക് ഇവിടേക്ക് എത്തിക്കാൻ കഴിയും. പകരം എനിക്കെന്ത് നൽകും? എത്ര കാശ് വേണമെങ്കിലും ഞാൻ തനിക്ക് നൽകും. പക്ഷേ താൻ എങ്ങനെയാണ് ആ റോബോട്ടിനെ കണ്ടുപിടിക്കാൻ പോകുന്നത്? അതിന് ഞാനല്ല, എനിക്ക് പകരം അവരുടെ ആളുകൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും.
ഇപ്പോൾ കിട്ടിയ വാർത്ത. നഗരത്തിലെ ഏറ്റവും വലുതും പുരാതനവുമായ മിനാറിന് മുകളിൽ കോബ്ര എന്ന പേരുള്ള ഒരാൾ ഒരു മിസൈൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, അയാൾ ഗവൺമെന്റിനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. ജിൻടു, നീ ഇന്ന് എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ നിനക്കിന്ന് എന്നെ ലൂഡോയില് തോൽപ്പിക്കാനേ പറ്റില്ല. അത് നമുക്ക് നോക്കാലോ. ഒന്ന് കളിച്ചു നോക്ക്, അപ്പറിയും എന്താവോന്ന്. വീർ, എന്റെ എനർജി ലെവല് കുറയുന്നു. എനിക്ക് വിശക്കുന്നു. എനിക്ക് ക്യാരറ്റ് വേണം. പ്ലീസ്, എനിക്ക് ക്യാരറ്റ് വാങ്ങിക്കൊണ്ട് തരുവോ? ഈ കളിയൊന്ന് ആദ്യം കഴിയട്ടെ ചുൾബുൾ, എന്നിട്ട് ഞാൻ മാർക്കറ്റിൽ പോയി നിനക്ക് ക്യാരറ്റ് വാങ്ങിച്ചോണ്ട് വരാം. ഇല്ല, എനിക്ക് ഇപ്പൊ ക്യാരറ്റ് വേണം. ഒന്ന് നിക്കന്റെ ചുൾബുൾ, കുറച്ചു നേരം കളിക്കട്ടെ ഞാൻ. അത് കഴിഞ്ഞിട്ട് പോവാന്ന് ഞാൻ പറഞ്ഞതല്ലേ. ദേത് കണ്ടില്ലേ, എനിക്ക് വീണ്ടും 6 വീണു. ഇതെന്താ ഇങ്ങനെ? നീടുമ്പോ മാത്രം എപ്പോഴും 6 വീഴുന്നത്. നീ നിന്റെ മാജിക് ഉപയോഗിച്ചല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? അല്ല അല്ല, ഞാൻ ഒരു മാജിക് ഇവിടെ ചെയ്യുന്നില്ല. ദേ കണ്ടില്ലേ, കണ്ടോ, എനിക്കിപ്പോ വീണ്ടും 6 വീണു. വീർ, നിനക്ക് ക്യാരറ്റ് മേടിക്കാൻ പോകാൻ വയ്യെങ്കിൽ അതൊക്കെ പറഞ്ഞാ പോരെ? ഞാൻ തന്നെ മാർക്കറ്റിൽ പോയി ക്യാരറ്റ് വാങ്ങിക്കൊള്ളാം. എങ്കി പിന്നെ ശരി, എന്നാ നീ പോയിക്കോ. സ്വയം പോയി വാങ്ങിക്കോ. സ്വന്തം കാര്യം തനിയെ ചെയ്യാൻ പഠിക്ക്. എന്നാ പിന്നെ ഞാൻ പോയിക്കോളാം. എന്നാ പിന്നെ പോയിക്കൂടെ, ആരും തടഞ്ഞില്ലല്ലോ. ഞാൻ പോവാ. വീർ, നീ എന്തിനാ വെറുതെ ചുൾബുളിനോട് ദേഷ്യപ്പെട്ടത്? അവന് വിഷമായി കാണും. നിനക്ക് അറിയാലോ, ദേഷ്യപ്പെടുന്നത് തെറ്റാണ്. ഐ നോ ഡിയർ, പക്ഷേ നീ വിഷമിക്കൊന്നും വേണ്ട. ചുൾബുളിനെ എനിക്ക് നന്നായി അറിയാം. അവൻ എന്റെ കൂട്ടുകാരനാ. കുറച്ചു കഴിയുമ്പോ അവന്റെ ദേഷ്യമൊക്കെ മാറിക്കോളും. പിന്നെ അവൻ തിരിച്ചു വരും. ഹായ്, കൊള്ളാലോ, ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. എവിടെ നോക്കിയാലും ക്യാരറ്റ്. ഈ വീറെന്താ കരുതിയത്? അവൻ എനിക്ക് ക്യാരറ്റ് വാങ്ങിക്കൊണ്ട് തന്നില്ലെങ്കിൽ എനിക്ക് ക്യാരറ്റ് കിട്ടില്ലെന്നോ? അത് കൊള്ളാലോ, നല്ല അടിപൊളി കഴുതിയാണല്ലോ കിട്ടിയത്. ഇവനെ അങ്ങ് പിടിച്ചേക്കാം. അലക്കാനുള്ള തുണികൾ ചുമക്കാനായി ഇവനേക്കാളും നല്ല കഴുതിയെ വേറെ കിട്ടില്ല. ഇവന് ക്യാരറ്റ് വളരെ ഇഷ്ടമാണല്ലേ. കിട്ടിപ്പോയി, ഇവനെ പിടിക്കാനുള്ള സൂത്രവും കിട്ടിപ്പോയി. ഇത് കൊള്ളാലോ, ക്യാരറ്റുകളുടെ മഴയോ. ഇന്ന് രാവിലെ ആരെയാണോ ഞാൻ കണി കണ്ടത്. ഇന്ന് ഈ ക്യാരറ്റ് മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് അകത്താക്കും. ഇന്നത്തെ ദിവസം ഈ കഴുതക്കുട്ടന് കോളാണേ. ഇന്ന് പിടിച്ചോ. ഇപ്പൊ കണ്ടോളൂ എന്റെ ഷോട്ട്. ഇന്നാ പിടിച്ചോ. ഇത് ഞാൻ എങ്ങനെ എടുക്കാനാ? ഷട്ടിൽ കോർക്ക് നീ ആ മരത്തിന് മേലെ അടിച്ചിട്ടില്ലേ? അതിനിപ്പോ എന്താ? നീ ഇല്ലേ, നീ പോയി അതെടുത്തോണ്ട് വാ. ഓക്കേ. ഇതെന്താ ഈ ഭൂമിക്കടിയില് വൈബ്രേഷൻ ഉണ്ടാവുന്നേ? എന്തോ പ്രശ്നമുണ്ടല്ലോ, ഒന്ന് നോക്കേണ്ടി വരും. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെ. അത് മെറ്റൽ കൊണ്ടുള്ള ഒരു പാമ്പാ, അതായത് ഒരു റോബോട്ടാ. എന്നെ പിടിക്കാനാത് വന്നേ. ഇതിനെ തീർച്ചയായും മാഡ് മാക്സ് ആയിരിക്കും അയച്ചേ. ഇതൊക്കെ എന്താണ് വീർ? നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മുടെ ചഡ്ഡാങ്കിളിന്റെ ആ കാറ് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. എന്റെ കാർ എവിടെ? അല്ല, എന്റെ കാർ എവിടെ പോയി? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത്ര പെട്ടെന്ന് ഞാൻ ഒരിക്കലും മാറാറില്ല. ഞാൻ എല്ലാവരെയും മാറ്റാറേ ഉള്ളൂ. പെട്ടെന്ന് പറഞ്ഞോ, എന്റെ കാർ എവിടെ? കാർ എങ്ങനെയാണ് പെട്ടെന്ന് കാണാതായത്? ആരെങ്കിലും വന്നെന്നെ ഒന്ന് അവസ്ഥ എന്നെ ഒന്ന് രക്ഷിക്കണേ, പ്ലീസ്. ആ മാഡ് മാക്സ് വളരെ തന്ത്രശാലിയാണ്. അവൻ അയച്ച ആ റോബോട്ടിന് ഭൂമിക്കടിയിൽ നിന്ന് തന്നെ നിന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നിട്ട് നിന്നെ പിടിക്കും. അതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അപ്പൂപ്പ. അതിന് എന്നെ കാണാൻ കഴിയും, പക്ഷെ എനിക്ക് അതിനെ കാണാൻ കഴിയില്ല. ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്.
ഇത് വെച്ചോളൂ. എക്സ്റേ വിഷൻ ഗ്ലാസസ് ആണ്. നീ നിന്റെ റോബോട്ടിക് കണ്ണുകളിൽ ഇത് വെച്ചോളൂ. അപ്പോ പിന്നെ നിനക്കും അതിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. ഇത് കൊള്ളാലോ അപ്പൂപ്പ.